ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവത്സര ആശംസകൾ. ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരു സ്റ്റോക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ആ സ്റ്റോക്കിൻ്റെ ബിസിനസ് എത്രമാത്രം ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോ ഡിപ്പിലും കണ്ണടച്ച് വാങ്ങാനും നമുക്ക് തോന്നുമ്പോഴൊക്കെ ആവറേജ് ചെയ്യാനുമൊക്കെയുള്ള ശക്തമായ ഒരു ഫണ്ടമെൻ്റൽസ് ആ സ്റ്റോക്കിനുണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കുന്ന ഒരു സ്റ്റോക്ക് എപ്പോഴും ഒരു റിസ്ക് ഫ്രീ സ്റ്റോക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ബിസിനസ് മോഡലായിരിക്കണം നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക്. ഇവിടെ പരിചയപ്പെടുന്ന 4 സ്റ്റോക്കുകൾ ഒരു റിസ്ക് ഫ്രീ സ്റ്റോക്കുകളാണ്. എന്നാലും സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും മാർക്കറ്റ് റിസ്ക് ഉണ്ട്. ഒരു യുദ്ധം വന്നാൽ, ഒരു സുനാമി വന്നാൽ, അല്ലെങ്കിൽ ഒരു കോവിഡ് വന്നാൽ എത്ര നല്ല സ്റ്റോക്കുകളായാലും അത് ക്രാഷ് ആകും. എന്നാൽ ആ സ്റ്റോക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കയറാനുള്ള ഒരു ശേഷി പ്രദർശിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അത്തരം തിരിച്ചു കയറാനുള്ള ശേഷിയുള്ള സ്റ്റോക്കുകളായിരിക്കണം നമ്മളെപ്പോഴും ഈ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കേണ്ടത്. അപ്പോൾ റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നതാണ് ഒരു ഇൻവെസ്റ്ററുടെ ജോലി. റിസ്ക് ഇല്ലാതാക്കുക, പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നത് അപ്രായോഗികമാണ്. സ്റ്റോക്കുകൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടി നമുക്ക് 4 ആയിട്ട് തരംതിരിക്കാം. നമുക്കറിയാം, സ്റ്റോക്കുകൾ ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകളുണ്ട്, മോഡറേറ്റ് റിസ്ക് ഉള്ള സ്റ്റോക്കുകളുണ്ട്, ലോ റിസ്ക് സ്റ്റോക്കുകളുണ്ട്, മിനിമൽ റിസ്ക് മാത്രമുള്ള സ്റ്റോക്കുകളുണ്ട്. ഇവിടെ നോ റിസ്ക് സ്റ്റോക്കുകളില്ല, അല്ലെങ്കിൽ സീറോ റിസ്ക് സ്റ്റോക്കുകളില്ല. അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. അപ്പോൾ 500 കോടിക്ക് താഴെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ അൺലിമിറ്റഡ് റിസ്ക് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു സെലക്ഷനിൽ ഞാൻ 500 കോടിക്ക് താഴെയുള്ള സ്റ്റോക്കുകൾ ഒഴിവാക്കുകയാണ്. അതിൻ്റെ അർത്ഥം ആ സ്റ്റോക്കുകൾ ഭാവിയിൽ മൾട്ടി ബാഗർ ആവില്ല എന്നൊന്നുമല്ല. കാരണം കൃത്യമായ സ്റ്റോപ്പ് ലോസും മറ്റ് ട്രേഡ് സെറ്റപ്പുകളൊക്കെയുമായിട്ട് അതിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ചില റിട്ടേണുകൾ ഉണ്ടാക്കാൻ പറ്റിയേക്കാം. അതേപോലെ ഒരു 100 അത്തരം സ്റ്റോക്കുകളിൽ ഏതെങ്കിലും 1-2 മൾട്ടി ബാഗർ ഉണ്ടായേക്കാം. പക്ഷേ അത് നമ്മളുടെ ഒരു ഭാഗ്യപരീക്ഷണമാണ്. അതൊരിക്കലും ഒരു ഇൻഫോംഡ് ഡിസിഷൻ അല്ല എന്ന് മാത്രമാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി 500 കോടിക്ക് മുകളിൽ ഒരു 5000 കോടി വരെയുള്ള സ്റ്റോക്കുകളുണ്ട്. അത് നമുക്കൊരു ഹൈ റിസ്ക് സ്റ്റോക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ ഈ 5000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള 20,000 കോടി വരെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഒരു മോഡറേറ്റ് റിസ്ക് ഉള്ള കമ്പനികൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ 20,000 കോടിക്ക് മുകളിലും 1 ലക്ഷം വരെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ലോ റിസ്ക് കാറ്റഗറിയിലുള്ള സ്റ്റോക്കുകൾ എന്ന് വേണമെങ്കിൽ പറയാം. 1 ലക്ഷത്തിന് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്കുകൾ നമുക്ക് മിനിമൽ റിസ്ക് സ്റ്റോക്കുകൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആ മാർക്കറ്റ് ക്യാപ്പ് മാത്രം അനുസരിച്ച് നമുക്കൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ബിസിനസ്സിനെ കൂടുതൽ പിന്നെയും അനലൈസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മറ്റ് ഫണ്ടമെൻ്റൽസ് ഒക്കെ നോക്കേണ്ടതുണ്ട്. എന്നാൽ ഒരു അടിസ്ഥാനപരമായ ഒരു വിഭജനം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഒരു കാറ്റഗറൈസേഷൻ ഈ റിസ്ക് കാറ്റഗറിയിൽ ചെയ്യുക എന്ന് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 10,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള 4 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇവിടെ ആദ്യത്തെ സ്റ്റോക്ക് പ്രാജ് ഇൻഡസ്ട്രീസ് ആണ്. ഈ സ്റ്റോക്ക് നമുക്കെല്ലാം സുപരിചിതമായ ഒരു ഇത്തനോൾ സ്റ്റോക്കാണ്. എന്നാൽ ഈ പ്രാജ് ഇൻഡസ്ട്രിയിൽ എപ്പോഴൊക്കെ നമ്മൾ എൻട്രി എടുക്കാൻ ശ്രമിക്കും, അതെപ്പോഴും ഹൈ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ആ സ്റ്റോക്ക് അതിൻ്റെ ഇൻഡസ്ട്രി PEയേക്കാൾ താഴെ വന്നതായിട്ട് കാണാം. കൂടാതെ 5 വർഷത്തെ മീഡിയം PEയേക്കാൾ താഴെയാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൂടാതെ ഇതിൻ്റെ PEG റേഷ്യോ 1-ൽ താഴെ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം, ഈ പ്രാജ് ഇൻഡസ്ട്രീസ് ചെറിയൊരു കറക്ഷൻ നടന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ ഇറക്കിയ ഒരു നോട്ടിഫിക്കേഷൻ, പ്രത്യേകിച്ച് ഇത്തനോൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ അവർ പറഞ്ഞിട്ടുള്ളത് ഷുഗർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തനോൾ പ്രൊഡക്ഷൻ കുറക്കണമെന്നാണ്. അതായത് ഷുഗർ അല്ലെങ്കിൽ കരിമ്പ് ജ്യൂസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തനോൾ പ്രൊഡക്ഷൻ. എന്നാൽ അതിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തനോൾ പ്രൊഡക്ഷന് യാതൊരു നിയന്ത്രണവുമില്ല, അത് തുടരാവുന്നതാണ്. അപ്പോൾ പല കമ്പനികളും അമിത ലാഭത്തിന് വേണ്ടിയിട്ട് അവർ ഷുഗർ പ്രൊഡക്ഷൻ കുറക്കുകയും ആ കരിമ്പ് ജ്യൂസ് ഉപയോഗിച്ച് മാക്സിമം ഇത്തനോൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരുന്നത് കാരണം പഞ്ചസാരയുടെ ലഭ്യത മാർക്കറ്റിൽ കുറയുകയുണ്ടായി. അപ്പോൾ അത് കാരണം പഞ്ചസാരയുടെ വില കൂടാനുള്ള സാധ്യതയും ഉണ്ടായി. അപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഇങ്ങനെയൊരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് പ്രാജ് ഇൻഡസ്ട്രീസിനും പോലെയുള്ള പല ഇത്തനോൾ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാജ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഇത്തനോൾ പ്രൊഡക്ഷൻ കമ്പനിയല്ല. അവർ പ്രധാനമായി ചെയ്യുന്നത് പ്ലാന്റും മെഷീനറീസും ഇത്തരം ഇത്തനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്ന ഒരു എൻജിനീയറിംഗ് റിലേറ്റഡ് കമ്പനിയാണ്. കൂടാതെ അവർക്ക് ഇന്ത്യയുടെ ആഭ്യന്തര മാർക്കറ്റ് മാത്രമല്ല, അവർക്ക് വിദേശ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിലും നല്ല സാന്നിധ്യമുള്ള ഒരു കമ്പനിയാണ് പ്രാജ് ഇൻഡസ്ട്രീസ്. കൂടാതെ ഇവർ ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള വേറെയും ബിസിനസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഇവർ നിർമ്മിച്ച് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള മേഖലയിൽ, അതേപോലെ
വ്യവസായ മേഖലയിൽ അവരുടെ ആ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് ആവശ്യമായുള്ള പല ഡിസൈൻഡ് എക്യുപ്മെൻറ്റ്സുകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. കൂടാതെ ബയോ എനർജി സൊല്യൂഷൻ മേഖലയിലുള്ള എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിസ്ട്രിക്ഷൻ ഇതൊരു ടെമ്പററി റിസ്ട്രിക്ഷൻ ആണ് എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ടെമ്പററി റിസ്ട്രിക്ഷനെ മറികടന്നുകൊണ്ടുള്ള ഒരു റിക്കവറി ഈ സ്റ്റോക്കിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് പ്രാജ് ഇൻഡസ്ട്രി ഇവിടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 10,230 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് 557 രൂപയാണ്. അതായത് ഒരു 15% ഒരു കറക്ഷൻ ഇപ്പോൾ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് 650 രൂപയിൽ ട്രേഡ് ചെയ്ത കമ്പനിയായിരുന്നു. സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 37%, 5 ഇയേഴ്സ് മീഡിയം PE 38%, അതുപോലെ ഇൻഡസ്ട്രി PE 38%. അപ്പോൾ അതിനൊക്കെ താഴെയാണ് ഇപ്പോൾ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ PE കാണാൻ കഴിയുന്നത്. അതുപോലെ PEG റേഷ്യോ 0.80 എന്നുള്ളതും ഇതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ROCE നോക്കുക 31%, ROE 23% ഒരു സ്ട്രോങ് കമ്പനിയാണ് പ്രാജ് ഇൻഡസ്ട്രീസ്. അവരുടെ ബിസിനസ് വളരെ സ്ട്രോങ് ആണ്. സെയിൽസ് ഗ്രോത്ത് 16% ഉണ്ട്, പ്രോഫിറ്റ് ഗ്രോത്ത് 47% ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബിസിനസ്സിലോ അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് ഗ്രോത്തിലോ പ്രോഫിറ്റ് ഗ്രോത്തിലോ കഴിഞ്ഞ ഒരു 10 വർഷത്തെയോ 5 വർഷത്തെയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിലൊന്നും വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടില്ല. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 17% ഉണ്ട്, DIAസിൻ്റെ 10% ഉണ്ട്, പബ്ലിക് ഹോൾഡിംഗ് 40% ഉണ്ട്. പ്രൊമോട്ടർ ഹോൾഡിംഗ് 32% ഉള്ളൂ എങ്കിലും അതായത് ബാക്കിയുള്ള ഒരു 20%-ഓളം അത് ക്വാളിഫൈഡ് ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് പ്രാജ് ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടർ ഹോൾഡിങ്ങിൽ നമുക്ക് ഒരു ആശങ്ക ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി ഇതിൻ്റെ ഒരു വർഷത്തെ റിട്ടേൺ 56% റിട്ടേൺ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. നമുക്കറിയാം അടുത്ത ഇനി ക്വാർട്ടർലി റിസൾട്ടുകൾ വെച്ച് നമുക്ക് ഈ സ്റ്റോക്കിൽ എത്രമാത്രം അതിൻ്റെ റിസൾട്ട് എങ്ങനെ വരുന്നു അതിനനുസരിച്ചായിരിക്കും അടുത്ത വർഷങ്ങളിലുള്ള അതിൻ്റെ റിട്ടേൺ. ഡെപ്റ്റ് ഇക്വിറ്റി തീരെ ഇല്ലാത്ത, അതായത് കടബാധ്യതകളൊന്നുമില്ലാത്ത 0.03 ഡെപ്റ്റ് കമ്പനിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാജ് ഇൻഡസ്ട്രീസിനെ വിലയിരുത്താം. അപ്പോൾ ഇതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ സ്റ്റോക്ക്. രണ്ടാമത്തെ സ്റ്റോക്ക് ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഈ കമ്പനിയുടെ കോമ്പറ്റേറ്റേഴ്സുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ PE അണ്ടർ വാല്യൂഡ് ആയിട്ട് കാണാം. അതായത് 3 പ്രധാനപ്പെട്ട പ്ലെയേഴ്സാണ് ഈ എയർ കണ്ടീഷൻ അതേപോലെ റെഫ്രിജറേഷൻ മേഖലയിൽ അത് ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഇത്തരം പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട 3 കമ്പനികളാണ് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഒന്ന് വോൾട്ടാസ്, മറ്റൊന്ന് ജോൺസൺ കൺട്രോൾസ്, ഹിറ്റാച്ചി എന്ന് പറയുന്ന ഈ 2 കമ്പനികളാണ് മറ്റ് 2 കമ്പനികൾ. അപ്പോൾ അവയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് നമ്മൾ നോക്കുക, അതിവിടെ ഒരു നെഗറ്റീവ് ഫിഗറിലാണ് കാണാൻ കഴിയുക. എന്നാൽ ബ്ലൂ സ്റ്റാറിൻ്റെ ഇത് പോസിറ്റീവാണ്. കൂടാതെ 66-ലധികം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ തങ്ങളുടെ വിവിധ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ ഈ ബ്ലൂ സ്റ്റാറിനെ ആഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ എയർ കണ്ടീഷണർ, അതേപോലെ കമേഴ്ഷ്യൽ റെഫ്രിജറേഷൻ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് തുടങ്ങിയ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഈ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യയിലെ 2nd ലാർജസ്റ്റ് കമ്പനിയാണ് ബ്ലൂ സ്റ്റാർ. ഇതിൻ്റെ ചാർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയും. വലിയൊരു ഡിപ്പ് എവിടെയും നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയില്ല. അതാണ് ഈ സ്റ്റോക്കിനെ നമ്മൾ കൂടുതൽ അട്രാക്റ്റ് ആകുന്നത്. ഇതിൻ്റെ ബിസിനസ് വളരെ സ്ട്രോങ് ആണ്. ഇത് നമുക്ക് എപ്പോഴും ഡിപ്പിൽ ആവറേജ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ശക്തമായ ബിസിനസ്സുള്ള മറ്റൊരു കമ്പനിയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 19,552 കോടിയാണ്. കറണ്ട് പ്രൈസ് 949 രൂപയാണ്. ഇതിൻ്റെ 52 വീക്ക് ഹൈയിൽ ഏകദേശം 9% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഹൈ പോയത് 1038 വരെയാണ്. സ്റ്റോക്കിൻ്റെ PE 61, ഇൻഡസ്ട്രി PE 83. ഇൻഡസ്ട്രി PEക്കാളും താഴെയാണ് സ്റ്റോക്കിൻ്റെ PE റേഷ്യോ എന്നത് മറ്റൊരു അട്രാക്ഷനാണ്. ഇതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കടം 0.37 മാത്രമുള്ള നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു കടമുള്ള കമ്പനിയാണ്. ഡിവിഡൻഡ് yield 1.26 ഉണ്ട്. അത് മറ്റൊരു അട്രാക്ഷനാണ്. നല്ല തോതിൽ ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ് ഈ ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ്. ROCE 24, ROE 23 ഉണ്ട്. സെയിൽസ് ഗ്രോത്ത് ആണെങ്കിൽ 16% സെയിൽസ് ഗ്രോത്ത് ഇയർലി കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം. പ്രോഫിറ്റ് ഗ്രോത്ത് 31% കാണുന്നുണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 14%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സിൻ്റെ 25% ഹോൾഡിംഗ് ഈ സ്റ്റോക്കിലുണ്ട്. അത് തന്നെ ശക്തമായൊരു ഹോൾഡിംഗ് ആണ്. അതുപോലെ പബ്ലിക് ഹോൾഡിംഗ് വെറും 23% മാത്രമേ ഉള്ളൂ. പ്രൊമോട്ടർ ഹോൾഡിംഗ് 36% ഉണ്ട്. അപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ സ്റ്റോക്കിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ബ്ലൂ സ്റ്റാറാണ് നമ്മളെ രണ്ടാമത്തെ ചോയ്സ്. മൂന്നാമത്തത് ടാറ്റ ടെക്നോളജീസ് എന്ന് പറയുന്ന റീസെൻ്റായിട്ട് IPO വന്ന സ്റ്റോക്കാണ്. നമുക്കറിയാം ടാറ്റ ടെക്നോളജിയുടെ IPO
ഒരു വമ്പിച്ച ഒരു IPO ആയിരുന്നു. അത് എത്രയോ ഓവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിനാണ് ഈ സ്റ്റോക്ക് നേടിയത്. ഈ സ്റ്റോക്കിനെ നാം താരതമ്യം ചെയ്യേണ്ടത് ഒരിക്കലും മറ്റ് IT സ്റ്റോക്കുകളുമായിട്ടല്ല. ഈ സ്റ്റോക്കിന് താരതമ്യം ചെയ്യേണ്ടത് ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന IT മേഖലയിൽ തന്നെ ഇതേ മേഖലയിൽ പ്രവർത്തിക്കുന്ന ER&D കമ്പനികളുമായിട്ടാണ്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ടാറ്റ എലക്സിയാണ്, മറ്റൊന്ന് KPIT ടെക്നോളജിയാണ്, അതുപോലെ L&T ടെക്നോളജി, അതുപോലെ പെർസിസ്റ്റൻ്റ് സിസ്റ്റം. ഇതേപോലെയുള്ള കമ്പനികളുമായിട്ട് നമ്മൾ ഈ സ്റ്റോക്കിനെ താരതമ്യം ചെയ്തുകൊണ്ട് വേണം ഈ സ്റ്റോക്കിൻ്റെ ബിസിനസ് മോഡൽ ചർച്ച ചെയ്യാൻ. ടാറ്റ എലക്സിയും പെർസിസ്റ്റൻ്റ് സിസ്റ്റം എന്നിവയുടെ PE റേഷ്യോ നമുക്ക് കാണാൻ കഴിയും. അത് ടാറ്റ ടെക്കിനേക്കാൾ കുറവാണ്. എന്നാൽ അവയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് ഈ ടാറ്റ ടെക്നോളജിയുടെ അത്ര ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ KPITയുടെ PE റേഷ്യോ ഈ ടാറ്റ ടെക്നോളജിയേക്കാൾ കൂടുതലാണ്. അവയുടെ സെയിൽസും പ്രോഫിറ്റ് ഗ്രോത്തും ടാറ്റ ടെക്നോളജിയേക്കാൾ കൂടുതലുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റോക്കുകളിലുള്ള PE റേഷ്യോ വളരെ ഹൈ ആയിട്ട് കാണുമെങ്കിലും അതിൻ്റെ പ്രോഫിറ്റ് ഗ്രോത്തും സെയിൽസ് ഗ്രോത്തും അതിനെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള ഒരു PE ആണ് നമുക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ മറ്റ് സ്റ്റോക്കുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ടാറ്റ ടെക്നോളജി ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. കൂടാതെ ഇതിൻ്റെ ബിസിനസ് മോഡൽ പ്രത്യേകിച്ച് ഈ AI പുതിയ കാലഘട്ടത്തിൽ ഈ സ്റ്റോക്ക് വളരെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള ഫ്യൂച്ചർ പ്രോസ്പെക്റ്റസ് ഉള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും അതിൻ്റെ ഡിപ്പിൽ ആവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ഈ ടാറ്റ ടെക്നോളജീസ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 47,875 കോടിയാണ്. കറണ്ട് പ്രൈസ് 1,180 അപ്പോൾ 1,400 വരെ ഇതിൻ്റെ വില പോയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ 15% കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ROC 28%, ROE 23%. സെയിൽസ് ഗ്രോത്ത് 25%, പ്രോഫിറ്റ് ഗ്രോത്ത് 42%. പ്രൊമോട്ട് ഹോൾഡിംഗ് 55% കൂടാതെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0.09 എന്ന് പറയുന്ന ഒരു സീറോ ഡെപ്റ്റ് കമ്പനിയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് 1000 താഴെ എന്നുള്ള ഒരു പ്രൈസിൽ എപ്പോഴും നല്ലൊരു ബൈങ് ഓപ്പർച്യൂണിറ്റിയാണ്. എങ്കിലും ഇപ്പോൾ 1,180 എന്നുള്ള ലെവല് തീർച്ചയായും ഒരു ബൈങ് ലെവലാണ്. അപ്പം ഇതും നമ്മൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യേണ്ട മറ്റൊരു സ്റ്റോക്കാണ്. അടുത്തത് വരുൺ ബീവറേജസ് ലിമിറ്റഡാണ്. കാർബണേറ്റഡ് ആയതും നോൺ കാർബണേറ്റതുമായ ഈ സോഫ്റ്റ് ഡ്രിങ്കുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പെപ്സിയുടെ ലോകത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ലാർജസ്റ്റ് ഫ്രാഞ്ചൈസി ആയിട്ടുള്ള വരുൺ ബീവറേജസ്. ഈ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2039 വരെയുള്ള ഒരു ലോങ് ടേം എക്സ്റ്റെൻഡഡ് ബോട്ടിലിംഗ് അപ്പോയിൻമെൻറ്റും അതുപോലെ ട്രേഡ് മാർക്ക് ലൈസൻസും ഈ പറയുന്ന പെപ്സി കമ്പനിയിൽ നിന്ന് നേടിയെടുത്ത ഒരു കമ്പനിയാണ് വരുൺ ബീവറേജസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിസിനസ്സിൽ ഭാവിയിൽ യാതൊരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓരോ ഡിപ്പിലും അക്യുമുലേറ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് വരുൺ ബീവറേജസ്. ഇതിൻ്റെ ഒരു വർഷത്തെ അല്ലെങ്കിൽ 5 വർഷത്തെ അല്ലെങ്കിൽ 3 വർഷത്തെ നിങ്ങൾ അതിൻ്റെ പ്രൈസ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും അത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായി കാണാം. വലിയൊരു ഡിപ്പ് ഈ സ്റ്റോക്കിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ PE റേഷ്യോ ഇപ്പം വളരെ ഹൈ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് ഒരു 2 മാസം മുമ്പ് ഞാനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിരുന്നു. അന്ന് 924 രൂപയായിരുന്നു ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ്. ഇന്ന് 1,200 രൂപയുടെ അടുത്തുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിൽ ഞാൻ വിശദമായിട്ട് ഈ കമ്പനിയുടെ ബിസിനസ് മോഡലും മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 1,61,000 കോടിയുള്ള ഒരു ലാർജ് ക്യാപ്പ് കമ്പനിയാണ്. ഇപ്പോഴത്തെ പ്രൈസ് 1,252. അതിലൊരു 10% ഡിപ്പ്, അതായത് 1,380 വരെ പോയിട്ടാണ് 10% ഒരു ഡിപ്പ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റോക്കിൻ്റെ PE 80, ബുക്ക് വാല്യൂ 50. അതുപോലെ ഡിവിഡൻഡ് ഈൽഡ് 0.10 വളരെ കുറവാണ്. കാരണം ഇവർ കൂടുതൽ ക്യാപെക്സ് ഇറക്കിക്കൊണ്ട് ഇവരുടെ ഫ്രാഞ്ചൈസി മേഖല ശക്തമായിട്ട് വളർത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കമ്പനിയാണ് വരുൺ ബീവറേജസ്. അതുകൊണ്ട് തന്നെ അവരുടെ ബിസിനസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഹൈ ഗ്രോത്ത് എക്സ്പാൻഷനാണ്. ROC 27%, ROE 33% ഉള്ള ഒരു കമ്പനിയാണ്. സെയിൽസ് ഗ്രോത്ത് 22%, പ്രോഫിറ്റ് ഗ്രോത്ത് 38%. ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കമ്പനിയാണിത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 27%, ഡൊമസ്റ്റിക്കിൻ്റേത് 3%, പബ്ലിക് ഹോൾഡിംഗ് വെറും 6% മാത്രമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോൾഡിംഗ് ഉള്ള ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കാണിക്കുന്ന ഒരു കമ്പനിയാണിത്. ഡെപ്റ്റ് ഇക്വിറ്റി 0.57 ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഡെപ്റ്റും ഈ കമ്പനിക്കുണ്ട്. അത് സ്വാഭാവികമായും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇതിൻ്റെ കാപ്പെക്സ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്, കപ്പാസിറ്റി എക്സ്പാൻഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഏതായാലും ഇവിടെ പരാമർശിച്ച ഈ ഒരു 4 സ്റ്റോക്കുകൾ
തീർച്ചയായും ശക്തമായ സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ഉള്ള എപ്പോഴും ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആവറേജ് ചെയ്യാൻ പറ്റുന്ന 4 സ്റ്റോക്കുകൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത്. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഈ വർഷം വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഓരോ ഡിപ്പിലും നിങ്ങൾക്ക് അതിൻ്റെ മേലുള്ള ഡിസിഷൻ എടുക്കാം. എന്നാൽ ഇത് ഒരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ കൂടുതൽ നിങ്ങളുടേതായ റിസർച്ച് നടത്തിക്കൊണ്ട്, കാരണം ഇത് നിങ്ങളുടെ പണമാണ്, നിങ്ങളുടേതായ റിസർച്ച് നടത്തണം. അതുപോലെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസൺ എത്ര കാലമുണ്ട് എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതിനൊക്കെ അനുസരിച്ച് യോജിച്ച ഒരു തീരുമാനം ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം എടുക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.